ഡൽഹിയിൽ ബ്രിട്ടീഷ് വനിത ബലാത്സംഗത്തിന് ഇരയായി. കേസിൽ 2 പേർ അറസ്റ്റിലായിട്ടുണ്ട്. വിവരങ്ങൾ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷന് കൈമാറിയിട്ടുണ്ട്. വിനീത VG ഡൽഹിയിൽ നിന്ന് ചേരുന്നു. വിനീത, ഇതെവിടെ വെച്ചാണ് ബ്രിട്ടീഷ് വനിതകൾക്ക് ഈ സംഭവങ്ങൾ ഉണ്ടായത്? എന്താണ് ഇതിന് ശേഷം ഉണ്ടായത്? ഇതിന്റെ തുടർ നടപടികൾ എന്തൊക്കെയാണ്? GK, ബ്രിട്ടനിൽ നിന്ന് ഡൽഹിയിലെത്തിയ വിദേശ വനിതയാണ് ക്രൂര പീഡനത്തിന് ഇരയായിരിക്കുന്നത്. അവർ കൂട്ടബലാത്സംഗത്തിന് ഇരയായെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ സംഭവത്തിൽ അവരുടെ സുഹൃത്തടക്കം 2 പേരെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൈലാഷ് ഒപ്പം തന്നെ വസീം എന്ന 2 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ കൈലാഷ് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ സജീവമായിരുന്നു. ഇയാൾക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടായിരുന്നു. ഈ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഈ ബ്രിട്ടീഷ് വനിതയുമായി ഇയാൾ സൗഹൃദത്തിലാവുന്നത്. തുടർന്ന് ഡൽഹിയിലേക്ക് വരാനും പരസ്പരം കൂടിക്കാഴ്ച നടത്താമെന്നും ഇരുവരും തീരുമാനിക്കുകയായിരുന്നു. ഈ ക്ഷണപ്രകാരമാണ് ഈ ബ്രിട്ടീഷ് വനിത ഡൽഹിയിലേക്ക് എത്തിയത്. എന്നാൽ ഈ കൂടിക്കാഴ്ചയ്ക്കായി ഇവർ ആദ്യം ഒരു സ്ഥലം നിശ്ചയിക്കുകയും അവിടത്തേക്ക് വരാനായി ഈ വനിതയോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ വനിത ഈ പ്രതികളെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വരാൻ കഴിയില്ല എന്നും ഒരു ഹോട്ടലിൽ മുറിയെടുക്കാം, നമുക്ക് അവിടെ വെച്ച് കൂടിക്കാഴ്ച നടത്താമെന്ന് ഈ കൈലാഷ് പറഞ്ഞുവെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. തുടർന്ന് ഇവർ ഈ മഹിബാപൂരിലെ ഹോട്ടലിൽ ഈ വനിത ഒരു മുറിയെടുക്കുകയും അവിടെ ഈ സുഹൃത്തുക്കളുമായി അവർ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഇതിന് ഇടയിൽ അവർ മദ്യപിക്കുകയും ഒപ്പം തന്നെ ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ വനിതയെ ഇരുവരും ചേർന്ന് അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നത്. ഇതിനെ ഇവർ എതിർത്തു തുടങ്ങി. അതിനുശേഷമാണ് ഒപ്പമുണ്ടായിരുന്ന ഈ സുഹൃത്തായ വസീമിനെ കൂടി കൈലാഷ് ഈ മുറിയിലേക്ക് വിളിച്ചു വരുത്തുന്നത്. സംഭവത്തിൽ ഡൽഹി പോലീസ് കേസെടുത്ത് 2 പേരെ, ഈ കൈലാഷിനെയും വസീമിനെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറോട് ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള വിശദാംശങ്ങളും ഡൽഹി പോലീസ് നൽകിയിട്ടുണ്ട്. വളരെ വിശദമായി തന്നെ ഇക്കാര്യത്തിൽ പോലീസ് ഇപ്പോൾ അന്വേഷണം തുടരുകയാണ്. GK. വിനീത VG ആണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.